ഈ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് 6-ാം തീയതി മുതലായിരിക്കും. 4-ഉം 5-ഉം തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. അതിനുശേഷം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ വിഭാഗം റേഷൻ കാർഡിനും മെയ് മാസത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡിന് മെയ് മാസത്തിലാണെങ്കിൽ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 2 പാക്കറ്റ് ആട്ടയും 7 രൂപ നിരക്കിലും അതുപോലെ 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അടുത്തത് മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരമായിട്ട് 3 പാക്കറ്റ് ആട്ട അത് 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കാർഡിൽ 3-ഓ അതിൽ കുറവോ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല. ആട്ട മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ മെയ് മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ NPS നീല കാർഡിന് അധിക വിഹിതമായിട്ട് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. അടുത്തത് പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യം കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും APL BPL എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. Please subscribe our channel.